ഹലോ എവ്രിവൺ, ഗെയിം തിയറിയുടെ 4ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മിക്സഡ് സ്ട്രാറ്റജിക് ഗെയിംസ് അല്ലെങ്കിൽ സാഡിൽ പോയിൻറ്റ്സ് ഇല്ലാത്ത ഗെയിംസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇൻ സർട്ടൻ കേസസ് നോട്ട് സാഡിൽ പോയിൻറ്റ് എക്സിസ്റ്റ്. ചില കേസസിൽ സാഡിൽ പോയിൻറ്റ് ഉണ്ടാകത്തില്ല. സാഡിൽ പോയിൻ്റ് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? മിൻമാക്സും മാക്സ് മിന്നും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ സാഡിൽ പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചില കേസസിൽ മിൻമാക്സും മാക്സ് മിന്നും ഈക്വൽ അല്ലാണ്ട് വരാം. ഇൻ സച്ച് കേസസ് പ്ലേയേഴ്സ് മസ്റ്റ് ചൂസ് ദ മിക്സ്ചർ ഓഫ് സ്ട്രാറ്റജീസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗെയിം ആൻഡ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി. അങ്ങനെ സാഡിൽ പോയിൻ്റ് ഇല്ലാത്ത കേസ് വരുമ്പോൾ നമ്മൾ മിക്സഡ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടാണ് വാല്യൂ ഓഫ് ദ ഗെയിമും ഒപ്റ്റിമൽ സ്ട്രാറ്റജീസും കണ്ടുപിടിക്കുന്നത്. The value of game obtained by the use of mixed strategies represents the least payoff which player A can expect to win and the least which player B can expect to lose. നമുക്ക് മിക്സഡ് സ്ട്രാറ്റജിയിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഓഫ് ദി ഗെയിം ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലീസ്റ്റ് പേ ഓഫ് വിച്ച് പ്ലെയർ എ ക്യാൻ എക്സ്പെക്റ്റ് ടു വിൻ. എ എന്തുമാത്രം വിൻ ചെയ്യാമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് ദി ഗെയിം കാണിക്കുന്നത്. ലീസ്റ്റ് പേ ഓഫ്, അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പ്ലെയർ ലൂസറായിട്ടുള്ള പ്ലെയറാണ്. അപ്പം ബി എത്ര മാത്രം കുറവാണ് ലീസ്റ്റ് വിച്ച് പ്ലെയർ ബി ക്യാൻ എക്സ്പെക്റ്റ് ടു ലൂസ്, അയാൾ എത്രമാത്രം ലൂസ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് ദി ഗെയിം. ഈ മിക്സഡ് സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴുള്ള വാല്യൂ ഓഫ് ദി ഗെയിം നമുക്ക് കാണിക്കുന്നത്. ദ എക്സ്പെക്റ്റഡ് പേ ഓഫ് എ പ്ലെയർ ഇൻ എ ഗെയിം വിത്ത് പേ ഓഫ് മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എൻ ഈസ് ഡിഫൈൻഡ് ആസ്. നമ്മളുടെ എ വൈ ജെ എന്നുള്ള പേ ഓഫ് മെട്രിക്സും എം ബൈ എൻ ഓർഡറിലുള്ള എ ഐ ജെ എന്നുള്ള പേ ഓഫ് മെട്രിക്സ് ഉള്ളപ്പം നമ്മുടെ എക്സ്പെക്റ്റഡ് പേ ഓഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇ ഓഫ് പി ക്യു ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to m സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n പി ഐ എ ഐ ജെ ക്യു ജെ എന്നാണ്. അതായത് പി ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന നമ്മുടെ പേ ഓഫ് മെട്രിക്സ്, പി ട്രാൻസ്പോസ് എ ക്യു. അതിലെ പി എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പി ഈക്വൽ ടു P1 P2 എക്സെട്ര പി എം ആൻഡ് ക്യു ഈക്വൽ ടു Q1 Q2 എക്സെട്ര ക്യു എൻ ഡിനോട്ട് ദ പ്രോബബിലിറ്റീസ്. പ്രോബബിലിറ്റീസ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി വിത്ത് വിച്ച് എ സ്ട്രാറ്റജി ഈസ് ചൂസൺ ഫ്രം ദ ലിസ്റ്റ് ഓഫ് സ്ട്രാറ്റജീസ്. നമ്മുടെ കയ്യിലുള്ള ആ സ്ട്രാറ്റജീസിൻ്റെ ലിസ്റ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ P1 നമ്മൾ 1 എന്നുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ A1 എന്നുള്ള സ്ട്രാറ്റജി സെലക്ട് ചെയ്യാനായിട്ടുള്ള ആ ഫ്രീക്വൻസി, നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ്, അതാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റീനെ, ആ ഓരോ സ്ട്രാറ്റജീസിൻ്റെയും ആ പ്രോബബിലിറ്റീസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ പി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം സം ഓഫ് ഓൾ പ്രോബബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് P1 പ്ലസ് P2 പ്ലസ് എക്സെട്ര പ്ലസ് പി എം ഈക്വൽ ടു 1 ആയിരിക്കണം. Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര പ്ലസ് ക്യു എൻ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് പേ ഓഫ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾക്ക് എ മിക്സഡ് സ്ട്രാറ്റജി ഗെയിം ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് ബൈ ഫോളോയിങ് മെത്തേഡ്സ്. നമുക്കൊരു മിക്സഡ് സ്ട്രാറ്റജിക് ഗെയിമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 5 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് ഓൾജിബ്രൈക് മെത്തേഡ്, രണ്ടാമത്തേത് മെട്രിക്സ് മെത്തേഡ്, മൂന്നാമത്തേത് അനലിറ്റിക് ഓർ കാൽക്കുലസ് മെത്തേഡ്, നാലാമത്തേത് ഗ്രാഫിക്കൽ മെത്തേഡ്, അഞ്ചാമത്തേത് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ്. നമുക്ക് ഈ ഓരോ മെത്തേഡ്സും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. നമ്മളിപ്പോൾ ഇവിടെ നമ്മളൊരു ഫോർ സോൾവിങ് എ 2x2 ഗെയിം വിത്തൗട്ട് സാഡിൽ പോയിൻറ്റ്, നമുക്ക് 2x2 ഗെയിമിനെ, സാഡിൽ പോയിൻ്റ് ഇല്ലാത്ത 2x2 ഗെയിമിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഫോർമുലാസ് നമുക്ക് ഷോർട്ട് ഫോമുല തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് ഫോർമുല ഈസ് ഓൾസോ യൂസ്ഡ്. 2x2 ഗെയിം നമുക്ക് ഈ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ടും പറ്റും. നമുക്കിപ്പം പേ ഓഫ് മെട്രിക്സ് ഫോർ പ്ലെയർ എ ഈസ് ഗിവൺ ബൈ, ഇങ്ങനെയാണ് നമ്മുടെ പേ ഓഫ് മെട്രിക്സ് തന്നിരിക്കുന്നതെങ്കിൽ
Then the following formulae are used to find the value of game and optimal strategies. നമ്മുടെ വാല്യൂ ഓഫ് ഗെയിമിനും ഒപ്റ്റിമൽ സ്ട്രാറ്റജീസിനും ഈ പറഞ്ഞ ഫോർമുലാസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മറ്റേ ഈ പറഞ്ഞ 5 മെത്തേഡ്സ് വഴി ചെയ്യേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് 2x2 ഗെയിം ആണെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നതാണ് ദ റൂൾസ് ഓഫ് ഡൊമിനൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡൊമിനൻസ്. The rules of dominance are used to reduce the size of the payoff matrix. നമുക്ക് തന്നിരിക്കുന്ന പേ ഓഫ് മെട്രിക്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ റൂൾസ് ഓഫ് ഡൊമിനൻസ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്? കോളംസോ റോസോ ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതിന് അങ്ങനെ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസാണ് റൂൾസ് ഓഫ് ഡൊമിനൻസിൽ പറയുന്നത്. These rules help in deleting certain rows and or columns of the payoff matrix that are inferior to at least one of the remaining rows and or columns in terms of payoff to both the players. ഈ റൂൾസ് നമ്മളെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കോളംസോ റോസോ ഡിലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എങ്ങനെയുള്ള കോളംസും റോസോ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഇപ്പം നമ്മൾ കോളമാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കോളം ബാക്കിയുള്ള കോളംസിൽ ഏതെങ്കിലും ഒരു കോളത്തിനേക്കാളും ഇൻഫീരിയർ ആയിരിക്കണം. അതിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നോക്കുമ്പം ഏതെങ്കിലും ഒരു കോളത്തിനേക്കാൾ ഇൻഫീരിയർ ആയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഇൻഫീരിയർ ആയിട്ടുള്ള കോളത്തിന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ റോസ് നോക്കുമ്പോഴും നമ്മളുടെ റോസ് കമ്പയർ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു റോ വേറെ ഏതെങ്കിലും ഒരു റോയിനേക്കാളും ഇൻഫീരിയർ ആണെങ്കിൽ നമുക്ക് ആ ഇൻഫീരിയർ ആയിട്ടുള്ള റോയിനെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടും സാധിക്കും. Rows and or columns one deleted can never be used for determining the optimal strategy for both the players. നമ്മൾ ഒരു പ്രാവശ്യം ഡിലീറ്റ് ചെയ്തേക്കുന്ന റോസോ കോളംസോ പിന്നീട് ഒപ്റ്റിമൽ സ്ട്രാറ്റജി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. The rules of dominance are especially used for the evaluation of 2% zero-sum game without a saddle point. നമ്മൾ റൂൾ ഓഫ് ഡൊമിനൻസ് സാധാരണ യൂസ് ചെയ്യുന്നത് 2% സീറോ-സം ഗെയിം സോൾവ് ചെയ്യാനായിട്ടാണ്. സാഡിൽ പോയിന്റ് ഇല്ലാത്ത 2% സീറോ-സം ഗെയിം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാഡിൽ പോയിന്റ് ഉള്ളത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സാഡിൽ പോയിന്റ് ഇല്ലാത്ത 2% സീറോ-സം ഗെയിം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ റൂൾസ് ഓഫ് ഡൊമിനൻസ് യൂസ് ചെയ്യുന്നത്. സർട്ടൺ ഡൊമിനൻസ് പ്രിൻസിപ്പിൾസ് ആർ സ്റ്റേറ്റഡ് ആസ്. നമുക്ക് കുറച്ച് റൂൾസ് ഓഫ് ഡൊമിനൻസ് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഫോർ പ്ലെയർ ബി എന്ന് പറയുന്നത് നമ്മുടെ ലൂസറാണ്. ഫോർ പ്ലെയർ ബി ഹു ഈസ് അസ്യൂംഡ് ടു ബി ദ ലൂസർ ഇഫ് ഈച്ച് എലമെൻറ്റ് ഇൻ എ കോളം സേ സി ആർ എന്ന് പറയുന്ന കോളത്തിലെ എല്ലാ എലമെൻറ്റും ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ അനദർ കോളം സേ സി എസ് ഇൻ ദ പേ ഓഫ് മെട്രിക്സ്, then the column CR is said to be dominated by column CS and therefore column CR can be deleted from the payoff matrix. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഒരു ഗെയിം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ബീനെ പൊതുവെ ലൂസറായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ബിയുടെ കോളംസ് നമ്മൾ നോക്കുമ്പം ഏതെങ്കിലും ഒരു കോളം, ആ കോളത്തിന് നമ്മൾ CR എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ കോളംസിൽ ഓരോ എലമെൻറ്റും CS എന്ന് പറയുന്ന വേറൊരു കോളത്തിലെ എലമെൻസിനേക്കാളും വലുതാണെങ്കിൽ, അതായത് CS എന്ന് പറയുന്ന കോളവും CR എന്ന് പറയുന്ന കോളവും നമ്മൾ കമ്പയർ ചെയ്യുമ്പം CRലെ ഓരോ എലമെൻറ്റും CSൻ്റെ കറസ്പോണ്ടിങ് എലമെൻസിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും CR ഈസ് ഡൊമിനേറ്റഡ് ബൈ കോളം CS. CR CSനെ കൊണ്ട് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് CS ആണ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CR ആണ് ഇൻഫീരിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് CRനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് കോളമിൻ്റെ കേസിൽ നമ്മൾ ഏതാണോ വലുതിനെയാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. നമുക്ക് രണ്ടാമത്തെ റൂൾ നോക്കാം. ഫോർ പ്ലെയർ എ ഹു ഈസ് അസ്യൂംഡ് ടു ബി ദ ഗെയിനർ ഇഫ് ഈച്ച് എലമെൻറ്റ് ഇൻ എ റോ സേ RR ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ അനദർ റോ സേ RS ഇൻ ദ പേ ഓഫ് മെട്രിക്സ്, then the row RR is said to be dominated by row RS and therefore row RR can be deleted from the payoff matrix. എന്താ പറയുന്നത്? നമ്മുടെ പ്ലെയർ എ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിനറാണ്. അപ്പോൾ പ്ലെയർ എയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റോസ് കമ്പയർ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു റോ, ആ റോയിനെയാണ് നമ്മൾ RR എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആ RRലെ എലമെൻറ്റ്സ് എല്ലാം RS എന്ന് പറയുന്ന റോയിൽ നമ്മൾ
കമ്പയർ ചെയ്യുമ്പം RR എന്നുള്ള റോയും RS എന്നുള്ള റോയും നമുക്ക് കിട്ടി. അതിൽ RR എന്നുള്ള റോയിലെ എല്ലാ എലമെൻസും അല്ലെങ്കിൽ ഓരോ എലമെൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് RSലുള്ള എലമെൻസിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും RR ഈസ് സെഡ് ടു ബി ഡൊമിനേറ്റഡ് ബൈ റോ RS. RS ആണ് ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ RR ആണ് ഇൻഫീരിയർ. അപ്പം നമ്മൾ RRനെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം നമ്മൾ റോസ് കമ്പയർ ചെയ്യുമ്പം ഏതാണോ ചെറുത് അതിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അതേസമയം കോളംസ് കമ്പയർ ചെയ്യുമ്പം ഏതാണോ വലുത് അതിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. കാരണം എന്തായിരിക്കും? നമ്മുടെ പ്ലെയർ ബി എന്ന് പറയുന്നത് ലൂസറാണ്. അപ്പോൾ ലൂസറിന് ഒപ്റ്റിമൽ സ്ട്രാറ്റജി കിട്ടാനായിട്ട് നമ്മൾ ഏറ്റവും മിനിമം ലോസ് ഏതിനാണോ വരുന്നത് അതിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അതിൽ വാല്യൂസ് കൂടുതലുള്ള കോളം നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഏറ്റവും ചെറിയ ലോസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മൾ അതുകൊണ്ട് വലിയ വാല്യൂസ് ഉള്ള കോളംസിനെ ഡിലീറ്റ് ചെയ്ത് കളയും. അതേസമയം പ്ലെയർ എനെ സംബന്ധിച്ചിടത്തോളം എയുടെ ഗെയിനാണ് ആ മെട്രിക്സിൻ്റെ അകത്ത് ഉള്ളത്. അപ്പം പ്ലെയർ എനെ സംബന്ധിച്ചിടത്തോളം എയുടെ ഗെയിനിനെ മാക്സിമൈസ് ചെയ്യാനായിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു റോയിലെ എലമെൻറ്റ്സ് എല്ലാം ചെറുതാണെങ്കിൽ ആ റോയും കൊണ്ട് എയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ റോസ് കമ്പയർ ചെയ്യുമ്പം ചെറുതിനെ ഡിലീറ്റ് ചെയ്യുകയും കോളംസ് കമ്പയർ ചെയ്യുമ്പം വലുതിനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഒരു റൂൾ ഓഫ് ഡൊമിനൻസും കൂടി ഉണ്ട് നമുക്ക്, മൂന്നാമത്തേത്. എ സ്ട്രാറ്റജി കെ ക്യാൻ ഓൾസോ ബി ഡൊമിനേറ്റഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻഫീരിയർ ടു ആൻ ആവറേജ് ഓഫ് 2 or more അതർ പ്യുവർ സ്ട്രാറ്റജീസ്. നമുക്ക് കെ എന്ന് പറയുന്ന സ്ട്രാറ്റജി റോയോ കോളവോ ആകാം, അത് കുഴപ്പമില്ല. ആ സ്ട്രാറ്റജി കെനെ നമുക്ക് ഡൊമിനേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഡൊമിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴാണ് വേറൊരു രീതിയിലും കൂടെ ഡൊമിനേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? വേറെ ഏതെങ്കിലും 2 റോയുടെ അല്ലെങ്കിൽ 2 കോളത്തിൻ്റെ, അതാണ് ആവറേജ് ഓഫ് 2 or more അതർ പ്യുവർ സ്ട്രാറ്റജീസ്. ഏതെങ്കിലും 2 അതിലധികമോ റോസിൻ്റെയോ കോളംസിൻ്റെയോ ആവറേജ് നമ്മൾ എടുക്കുമ്പം ആ ആവറേജിനേക്കാളും ഇൻഫീരിയർ ആണ് നമ്മുടെ കെ എന്ന് പറയുന്ന സ്ട്രാറ്റജി എങ്കിൽ അപ്പം നമുക്ക് പറയാൻ പറ്റും ആ കെ ഡൊമിനേറ്റഡ് ആണ്. അപ്പം നമുക്ക് കെനെ ഡിലീറ്റ് ചെയ്യും. ഇൻ ദിസ് കേസ് ഇഫ് ദ ഡൊമിനേഷൻ ഈസ് സ്ട്രിക്റ്റ് ദെൻ സ്ട്രാറ്റജി കെ ക്യാൻ ബി ഡിലീറ്റഡ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഡൊമിനേഷൻ സ്ട്രിക്റ്റ് ആണെങ്കിൽ, അതായത് നേരത്തെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് സ്ട്രിക്റ്റ് ഡൊമിനൻസ് ആയിരിക്കണം. ഒരിക്കലും ഈക്വൽ ടു വരാൻ പാടില്ല. നമ്മൾ ആവറേജ് എടുത്ത് കഴിയുമ്പം നമ്മുടെ കെ എന്ന് പറയുന്ന സ്ട്രാറ്റജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ആവറേജിനേക്കാളും ഇൻഫീരിയർ ആവുന്നത് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി ആണെങ്കിൽ നമുക്ക് ആ കെ എന്ന് പറയുന്ന സ്ട്രാറ്റജീനെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടും പറ്റും. ഇഫ് സ്ട്രാറ്റജി കെ ഡൊമിനേറ്റ്സ് ദ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം അതർ പ്യുവർ സ്ട്രാറ്റജീസ്. നമ്മളിപ്പോൾ പറഞ്ഞത് ആവറേജ് എടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആവറേജ് പോലെ തന്നെയാണ് നമ്മൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പം വരുന്നത്. അപ്പം നമ്മുടെ കെ എന്ന് പറയുന്ന സ്ട്രാറ്റജി ബാക്കിയുള്ള കോളംസിൻ്റെ അല്ലെങ്കിൽ റോസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനുമായിട്ട് ഡൊമിനേറ്റഡ് ആണെങ്കിൽ then one of the pure strategies involved in the combination may be deleted. അങ്ങനെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനുമായിട്ടാണ് ഡൊമിനേറ്റഡ് ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ കെയിനെ അല്ല ഡിലീറ്റ് ചെയ്യുന്നത്, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്യുവർ സ്ട്രാറ്റജീനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടും പറ്റും. ദ ഡൊമിനേഷൻ വുഡ് ബി ഡിസൈഡഡ് ആസ് പെർ റൂൾ 1 and 2 എബോവ്. അതിലേതാണ് ഡൊമിനേറ്റഡ് ആയിട്ടുള്ളതെന്നുള്ളത് നമ്മൾ റൂൾ 1 or 2 ഉപയോഗിച്ചിട്ട്, നമ്മൾ നേരത്തെ കണ്ട 2 റൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്ക് ഈ റൂൾ ഓഫ് ഡൊമിനൻസിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ: പ്ലെയർ എ ആൻഡ് ബി പ്ലേ എ ഗെയിം ഇൻ വിച്ച് ഈച്ച് ഹാസ് 3 coins. എയും ബിയും 2 ആൾക്കാർ ഒരു ഗെയിം കളിക്കുവാണ്. അതിൽ 2 ആൾക്കാരുടെ കയ്യിൽ 3 coins വെച്ചിട്ടുണ്ട്. 5 പോയിൻ്റുള്ള കോയിന്, 10 പോയിൻ്റുള്ള കോയിന്, 20 പോയിൻ്റുള്ള കോയിൻ. അങ്ങനെ 3 coins എയുടെ കയ്യിലും ബിയുടെ കയ്യിലും ഉണ്ട്. ഈച്ച് സെലക്ട് എ കോയിൻ വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ അതേഴ്സ് ചോയ്സ്. 2 പ്ലെയേഴ്സും മറ്റേയാൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന അറിവില്ലാതെ അവന് ഓരോ കോയിൻ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്യുമ്പം ഇഫ് ദ സം ഓഫ് ദ കോയിൻ ഈസ് ആൻ ഓഡ് എമൗണ്ട്, നമ്മൾ ആ കോയിനിൻ്റെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓഡ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ദെൻ എ വിൻസ് ബീസ് കോയിൻ. അങ്ങനെയാണെങ്കിൽ എയ്ക്ക് ബിയുടെ കോയിനും കൂടെ കിട്ടും.
പക്ഷെ അതേസമയം ഇഫ് ദ സം ഈസ് ഈവൻ, നമ്മൾ എയുടെയും ബിയുടെയും കോയിൻ്റെ പോയിൻസിൻ്റെ സം ആഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ദെൻ ബി വിൻസ് എസ് കോയിൻ. അങ്ങനെയാണെങ്കിൽ ബിക്ക് എയുടെ കോയിനും കൂടെ കിട്ടും. ഫൈൻഡ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ഈച്ച് പ്ലെയർ ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഗെയിം. ഇങ്ങനത്തെ ഒരു ഗെയിം ആണെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജിയും വാല്യൂ ഓഫ് ദി ഗെയിമും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് റൂൾ ഓഫ് ഡൊമിനൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യമേ ഇതിൻ്റെ പേ ഓഫ് മെട്രിക്സ് എഴുതി നോക്കാം. ദ പേ ഓഫ് മെട്രിക്സ് ഫോർ പ്ലെയർ എസ്. നമ്മൾ എയുടെ പേ ഓഫ് മെട്രിക്സ് ആണ് എഴുതുന്നത്. അപ്പം നോക്കിക്കേ, എ 5 പോയിൻ്റുള്ള കോയിനും ബി 5 പോയിൻ്റുള്ള കോയിനും സെലക്ട് ചെയ്യുമ്പം 5 5 10 10 എന്ന് പറയുന്ന ഈവൻ നമ്പർ ആയതുകൊണ്ട് എയുടെ 5 കോയിനും കൂടെ നമ്മൾ ബിക്ക് കൊടുക്കും. അപ്പോൾ എക്ക് -5 ആകും. അതാണ് നമ്മുടെ ആദ്യത്തെ -5 കാണിക്കുന്നത്. അതുപോലെ എക്ക് 5 പോയിൻറ്റും ബിക്ക് 10 പോയിൻറ്റും ഉള്ളപ്പം 5ഉം 10ഉം കൂടെ കൂട്ടുമ്പം 15 വരും. 15 എന്നുള്ളത് ഓഡ് നമ്പർ ആയതുകൊണ്ട് എയ്ക്കായിരിക്കും കിട്ടുന്നത്. എക്ക് ബിയുടെ 10 കോയിനും കൂടെ കിട്ടും. അതാണ് ഇവിടെ +10 എന്നുള്ളത് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ 5ഉം 20ഉം കൂട്ടുമ്പോൾ 25 എന്ന് പറയുന്നത് ഓടാണ്. ഓടാകുമ്പോൾ പ്ലെയർ എയ്ക്കാണ് ഗെയിൻ വരുന്നത്. അപ്പോൾ എയ്ക്ക് ഗെയിൻ വരുമ്പം ബിയുടെ 20 പോയിൻറ്റ് എയ്ക്ക് ഗെയിനായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ +20 എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ ബാക്കി നമ്പേഴ്സും നമ്മൾ എഴുതും ഓരോന്ന് നോക്കിയിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എയുടെ 20ഉം ബിയുടെ 20ഉം കൂടെ കൂട്ടിയാൽ 20 20 40 40 എന്ന് പറയുന്ന ഈവൻ നമ്പർ ആയതുകൊണ്ട് ബിക്കായിരിക്കും ഗെയിന്. ബിക്ക് ഗെയിൻ ആവുന്നത് എയുടെ 20 പോയിൻറ്റും ബിക്ക് ഗെയിൻ ആയിരിക്കും. അതുകൊണ്ടാണ് ബിക്ക് ഗെയിൻ എന്ന് പറയുമ്പോൾ അത് എയ്ക്ക് ലോസാണ്. ആ എയ്ക്ക് ലോസ് എത്ര രൂപയാണ് ലോസ് ആവുന്നത്? 20 പോയിൻ്റാണ് ലോസ് ആവുന്നത്. അതാണ് -20 എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സ് എഴുതുന്നത്. ഈ പേ ഓഫ് മെട്രിക്സ് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് റോ മിനിമോ കോളം മാക്സിമം എടുത്തു നോക്കുന്നു. ഈ റോയിലെ മിനിമം എന്ന് പറയുന്നത് -5 ആണ്. ഇതിലെ മിനിമം എന്ന് പറയുന്നത് -10 ആണ്. ഇതിലെ മിനിമം എന്ന് പറയുന്നത് -20 ആണ്. അതിൽ റോ മിനിമത്തിലെ മാക്സിമം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് -5 ആണ് മാക്സിമം ആയിട്ട് കിട്ടുന്നത്. അതിനെ നമ്മൾ റെക്റ്റാങ്കിൾ വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നു. അതേസമയം കോളം മാക്സിമം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിലെ മാക്സിമം എന്ന് പറയുന്നത് 5 ആണ്. ഇതിലെ മാക്സിമം 10 ആണ്. ഇതിലെ മാക്സിമം 20 ആണ്. അതിലെ കോളം മാക്സിമത്തിലെ മിനിമം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 5 ആണ് മിനിമം എന്ന് കിട്ടും. അതിനെ നമ്മൾ സർക്കിൾ വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നു. അപ്പം നമുക്ക് മാക്സും മാക്സ് മിന്നും കിട്ടി. -5ഉം 5ഉം ആണ്. ഇത് രണ്ടെണ്ണം ഈക്വൽ അല്ല. അതുകൊണ്ട് ഇവിടെ സാഡിൽ പോയിന്റ് ഇല്ല. അപ്പം നമുക്കിവിടെ റൂൾ ഓഫ് ഡൊമിനൻസ് വെച്ചിട്ട് ഈ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ആദ്യമേ നമുക്ക് കോളംസ് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ കോളംസ് കമ്പയർ ചെയ്യുവാണ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കിട്ടും, ഇവിടെ B2ഉം B3യും കൂടെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. B2ഉം B3യും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 10 20നേക്കാളും കുറവാണ്. -10 -10നേക്കാൾ ലെസ് ആണ്. -20 -20നേക്കാൾ ലെസ് ആണ്. അപ്പോൾ എന്താ പറയാൻ പറ്റുന്നത്? B2വിലെ എല്ലാ എലമെൻസും B3യുടെ കറസ്പോണ്ടിങ് എലമെൻസിനേക്കാൾ ലെസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ B3യുടെ എലമെൻസ് ആണ് കൂടുതലായിട്ട്, അതായത് വലുതായിട്ടുള്ളത്. നമ്മൾ കോളമിൻ്റെ റൂൾ ഓഫ് ഡൊമിനൻസ് വെച്ചിട്ട് ഏതാണോ വലുത് അതിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ B3നെ ഡിലീറ്റ് ചെയ്യാം. B3യും B2 ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു റോയിനേക്കാളും കൂടുതലായാൽ മതി. B1ഉമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണ്ട. B2 ആയിട്ട് ഓൾറെഡി ലെസ് എന്നുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ B1നെ നോക്കാൻ പോകണ്ട. അപ്പം നമുക്ക് B2ഉം B1ഉം കൂടെ B2ഉം B3യും കൂടെ നോക്കുമ്പോഴത്തേക്കും B3 ആണ് ഡൊമിനൻ്റ് റോ എന്നുള്ളത് കിട്ടും. അപ്പം നമ്മൾ B3നെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ റോസ് കമ്പയർ ചെയ്യും. റോസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ ചെറുതിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും 5 = 5 -10 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -20. അതായത് ഈ 5 -20 A3 എന്ന് പറയുന്ന റോ A2 എന്ന് പറയുന്ന റോയിനേക്കാളും ചെറുതാണ്. അപ്പം നമുക്കിവിടെ A3 എന്ന് പറയുന്ന റോയിനെയും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പം ഒരെണ്ണം ചെറുതായിട്ട് കിട്ടിയാൽ മതി. നമ്മൾ A3യും A2യും കൂടെ കമ്പയർ ചെയ്യുമ്പം A3 ചെറുതായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ A3നെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇങ്ങനെയാണ്. ഇനി നമ്മളിതിലെ റോ മിനിമവും കോളം മാക്സിമം എടുത്ത് നോക്കും. അപ്പം മാക്സും മാക്സ് മിന്നും -5ഉം 5ഉം ആണ്. അപ്പം നമുക്കിവിടെ സാഡിൽ പോയിന്റ് ഇല്ല. അത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടായിരുന്നു, നമുക്കിവിടെ സാഡിൽ പോയിന്റ് ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ റൂൾ ഓഫ് ഡൊമിനൻസ് വെച്ചിട്ട് നമ്മുടെ പേ ഓഫ് മെട്രിക്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തു. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഒരു 5 മെത്തേഡ്സ്. ആ 5 മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് ആ വലിയ മെട്രിക്സ് ആണ് ഈ കിടന്നിരുന്നതെങ്കിൽ ആ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾ ഓഫ് ഡൊമിനൻസ് വെച്ചിട്ട് മെട്രിക്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തത്.
ഇപ്പം നമുക്ക് മെട്രിക്സിൻ്റെ സൈസ് റെഡ്യൂസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് ആ പറഞ്ഞ 5 മെത്തേഡ്സിൽ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാം. അത് വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു.